ഇന്നൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇപ്പം നല്ല നിറയെ ചെമ്മീൻ വരുന്നുണ്ട്. അപ്പം ഞാൻ 2 കിലോനോളം ചെമ്മീൻ മേടിച്ച് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആലോചിച്ചത് ഇന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ചെമ്മീൻ വെള്ളത്തിലിട്ട് നല്ലത് വൃത്തിയായി കഴിഞ്ഞ ശേഷം വിനാഗിരി ഒഴിച്ചിട്ടാണ് ഞാൻ കഴുകിയെടുക്കാറ്. ഏത് മീൻ മേടിച്ചാലും ഞാൻ വിനാഗിരി ഒഴിച്ചിട്ട് കഴുകിയെടുക്കാറാണ് പതിവ്. അങ്ങനെ ചെമ്മീൻ കഴുകിയതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില ചേർത്ത് നല്ല കൈ കൊണ്ട് തിരുമ്മി അരമണിക്കൂറോളം മസാല പൊടിക്കാൻ മാറ്റി വെക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയിലാണ് ഇത് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ചെമ്മീൻ പൊരിച്ച് പകുതി വേവിലാണ് ഇത് പൊരിച്ചെടുക്കാൻ. പിന്നെ പൊരിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി വരുന്ന എണ്ണയിലാണ് മസാലക്കൂട്ടുകൾ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ആ എണ്ണയിൽ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് അതിലേക്കിട്ട് വഴഞ്ഞ് വരുമ്പോൾ വലിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ അതിലിട്ട് നല്ല വഴറ്റിയെടുക്കണം. വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് പിന്നെ തക്കാളിയാണ് ഇടേണ്ടത്. തക്കാളി ഇട്ട് നല്ലതുപോലെ വഴഞ്ഞതിന് ശേഷം മുളകും പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീർ ചില്ലി പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കണം. അടച്ച് വെച്ച് തുറന്ന് നോക്കിയാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ല വറ്റിയിട്ടുണ്ടാവും. പിന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി പച്ചമണം മാറുന്ന വരെ അത് വഴറ്റിയെടുക്കണം. 1 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിക്കാറ്. പിന്നെ അതിന് ശേഷം വറ്റി വരുമ്പോൾ അതിലേക്ക് പൊരിച്ച് വെച്ച ചെമ്മീൻ അതിലേക്കിട്ട് നല്ലതുപോലെ വഴറ്റി വേവിച്ചെടുക്കുക. പിന്നെ അതിൽ ചേർക്കുന്നത് നാളികേരപ്പാലാണ്. ഒരു നാളികേരത്തിൻ്റെ പാലെടുത്ത് അതിലേക്ക് 1/2 ഗ്ലാസ് അരപ്പാൽ മാറ്റി വെച്ച് അതിൽ 3-4 കാഷ്നട്ടും കൂടി ഇട്ട് അടിച്ചതിന് ശേഷം 2 കൂടി ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ച് തിള വരുന്ന സമയത്ത് ചെറുതായി എറിഞ്ഞ മല്ലിത്തലയും പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ മാറ്റി വെക്കുക. ചെറു ചൂടോടെ ഉപയോഗിക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. പത്തിരിക്കും പൊറാട്ടക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റും. പിന്നെ നെയ്ച്ചോറ്, ഗീ റൈസിനൊക്കെ ഇത് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കുക. ഞാനൊരു ദിവസം നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ പറയുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.